സി ആർ രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നൊരു കാര്യമുണ്ട്. 2025 ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് പ്രശാന്ത് ധൃതി പിടിച്ച് ഇത് സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്മീഷണറെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി കണ്ടെത്തുന്നത്. അത് 2019 കളവ് മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന ഗുരുതരമായ ഒരു സാധ്യത, ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി എന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഒരു സാധ്യത കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം 2019 മാത്രമല്ല 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിക്കുമുണ്ടെന്ന് കരുതേണ്ടി വരുമോ സി ആർ രാധാകൃഷ്ണൻ? ഡോക്ടർ അരുൺ, ഞാൻ 2023 ജൂൺ 30 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായമുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ. ആ വിധിന്യായത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ടൊന്ന് വായിക്കാം. In such circumstances, this DBP is disposed of by directing the third respondent, Travancore Devasam Board, and second respondent, Devasam Commissioner, and also the sixth respondent, Thiruvabaranam Commissioner, to ensure that such activities in Srigovil of Shabarimala Sri Dharmashastra Temple are undertaking hereafter only with prior intimation well in advance to the Special Commissioner Shabarimala, so as to enable him to file report before this court if found necessary, seeking appropriate orders. ഇതാണ് 2023 ജൂൺ 30 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ ഓപ്പറേറ്റിംഗ് പാർട്ട്. 2023 അത് വിധിന്യായമാണ്. അപ്പോൾ 2025 ഈ സാധനം എടുത്തോണ്ട് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് എടുത്തോണ്ട് പോയത് കുറ്റമാണോ ഇല്ലയോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. 2018 വീഴ്ച കൂടുകയാണ്, സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ. അത് ദേവസ്വം മാനുവലിലെയും സ്റ്റാറ്റ്യൂട്ടറി റൂൾസിൻ്റെയും വയലേഷനാണ്. കാരണം 1999 UB ഗ്രൂപ്പ് ഈ സ്വർണം അമാൽഗമേറ്റ് ചെയ്യുകയും അതിൻ്റെ ഇൻവെൻട്രി അനുസരിച്ച് 30.4 kg സ്വർണം ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും അത് ദേവധനമായിട്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും അവിടുത്തെ തിരുവാഭരണം രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുകയും ചെയ്ത സാധനമാണ്. അതിനെ ഇനി പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ധനമായി തീർന്നാൽ, അതിൻ്റെ സ്ഥാവര സ്വത്തായി തീർന്നാൽ, അതിന്മേലുള്ള അറ്റകുറ്റപ്പണികൾ, അതിന്മേലുള്ള മോഡിഫിക്കേഷൻസ്, അതിന്മേലുള്ള മറ്റ് നടപടികൾ, ശ്രീകോവിലിൻ്റെ തൊടുപണികൾ, ഇതൊക്കെ ചെയ്യുന്ന ഇത് ശ്രീകോവിലിൽ പറ്റിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ശ്രീകോവിലിൻ്റെ തൊടുപണികൾക്ക്, ടച്ചിങ് പണികൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്, ദേവസ്വം മാനുവലിൽ റൂളുണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി റൂളിൻ്റെ വയലേഷനാണ് അന്ന് കാണിച്ചിരിക്കുന്നത്. കാരണം പാർട്ട് 3 11 ചാപ്റ്ററിൽ റൂൾ 38 ക്ലിയർ പറയുന്നുണ്ട്, വിത്തിൻ ദ പെർമിസസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എ സീനിയർ ഓഫീസർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് വയലേറ്റ് ചെയ്തു. അത് 2018. അതുപോലെ അതൊക്കെ വേറെ കാര്യങ്ങളാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ബട്ട് 2024 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ 2025 വീണ്ടും അതേ കുറ്റം ചെയ്യുമ്പോൾ ഈ 2023 വ്യക്തമായ കോർട്ട് ഓർഡറിൻ്റെ വയലേഷൻ അല്ലേ? അപ്പോൾ 1 സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ, 2 കോർട്ട് ഓർഡറിന്റെ വയലേഷൻ. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി എന്ന വീഴ്ച മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് പിന്നീട് ഒരു മാപ്പപേക്ഷയായി തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. മന്ത്രിയും അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത്. ഡോക്ടർ, അത് തെറ്റാണ്. ഡോക്ടർ, ദേവസ്വം ബോർഡിൽ 1954 ഒരു സ്റ്റാറ്റ്യൂട്ടറി റൂളുണ്ട്. ഈ തിരുവാഭരണങ്ങളും ക്ഷേത്രത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന്, റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചു എന്ന് 2018 ലംഘിച്ചു. പിന്നീട് ഇനി അത് അമെൻഡ് ചെയ്യുന്നത് വരെ, ആ റൂൾ മാറ്റുന്നത് വരെ, ആ റൂള് വേണമെങ്കിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊടിമരമടക്കം പ്ലേറ്റ് ചെയ്യാൻ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർക്ക് മാറ്റാൻ പറ്റുമെന്ന
സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ മിസ്റ്റർ അരുൺ? ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് അതിനെ സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമോ? അതായത് താങ്കൾ പറയുന്നത് ഒരിക്കലും ആ പറ്റില്ല. സംവിധാനത്ത് ഈ അതിന് സ്മാർട്ട് അതുപോലെ ക്രിയേഷൻസ് തന്നെ സംവിധാനത്ത് statutory വന്ന് amendment വേണം. അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ സന്നിധാനത്ത് ഇലക്ട്രോപ്ലേറ്റ് No, no. ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് വിശദീകരണം. അത് അതാണ് ഡോക്ടർ അരുൺ അതും പറ്റിയത് കുഴപ്പം. അമാൽഗമേറ്റ് ചെയ്ത മെർക്കൂറിക് പ്രോസസ്സിലൂടെ ഷീറ്റുകൾ ഒട്ടിച്ചു ചേർത്ത് അമാൽഗമേറ്റ് ചെയ്ത ആ പ്രതലത്തിൽ ഒരിക്കലും പൂശാൻ പറ്റില്ല. ആ പ്രതലം ആസിഡ് പ്രോസസ്സിലൂടെ സ്വർണം കണ്ടന്റ് മാറ്റിയതിന് ശേഷമേ അതിനകത്ത് പൂശാൻ പറ്റൂ, ഇലക്ട്രോണിക് പ്രോസസ് ചെയ്യാൻ പറ്റൂ. അതാണ് നിയമം. അത് ടെക്നിക്ക, അത് ശാസ്ത്രീയ വശമാണ്. പക്ഷെ അവിടെയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിന്റെ ന്യായീകരണമായിട്ട് അവർ പറയുന്നത്. Debate with Dr. Arun Kumar.